ഓക്കെ, ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ്റെ 6ാമത്തെ ക്ലാസ്സാണ്. ഞാൻ ഫയൽ ഷെയർ ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻസ് വിസിബിൾ ആയില്ലേ എല്ലാവർക്കും? ഇതൊരു ബുക്കിലെ AE ലെവല് ബിൽഡിംഗ് കൺസ്ട്രക്ഷനിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ഓരോ ഇയറിൽ 2005 തൊട്ടൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. AEയുടെ ആണ്. AEയുടെ ആണെന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, കാരണം വെച്ചാൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആയതുകൊണ്ട് തിയറി ക്വസ്റ്റ്യൻസ് മാത്രമാണ്. ഓക്കെ, അത് ഇപ്പോൾ AEക്ക് ആയാലും ബാക്കി ഓവർസിയർ ഏത് ലെവലിലുള്ള എക്സാമിനായാലും നമുക്കത് പഠിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. മൊത്തം ഓരോ ഇയറിലെയും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, അതുകൊണ്ട് തന്നെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് വേഗം ആൻസർ ചെയ്ത് പോകാം. ഓക്കെ, അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം, നിങ്ങൾ അതിൻ്റെ ആൻസർ പറയാം കേട്ടോ. ദി പ്രോസസ് ഓഫ് ഗ്രൈൻഡിങ് ദി ക്ലേ വിത്ത് വാട്ടർ ആൻഡ് മേക്കിംഗ് ഇറ്റ്സ് പ്ലാസ്റ്റിക് ഈസ് നോൺ ആസ് ബ്ലെൻഡിങ്, പഗ്ഗിങ്, ടെമ്പറിങ്, വെതറിങ്. ഏത് പ്രോസസ്സാണ്? The process of grinding clay with water and making it plastic is known as. Which is that process? ടെമ്പറിങ്. ടെമ്പറിങ് അല്ല, പഗ്ഗിങ് അല്ലേ വരിക? ഒന്ന് നോക്കി നോക്കി, ഒന്ന് ടെക്സ്റ്റ് ബുക്ക് റാങ്ക് ഫയൽ ഉണ്ടോ നിങ്ങളുടെ കയ്യിൽ? റാങ്ക് ഫയൽ ഉണ്ടോ? ഒരു മിനിറ്റ്, ഞാൻ നോക്കാം. പ്രോസസ് ഓഫ് വർക്കിംഗ് ടെമ്പറിങ് ഓഫ് ക്ലേ. ഇതാണ് കേട്ടോ, പഗ്ഗിങ് ആണ് കേട്ടോ ആൻസർ. പഗ്ഗിങ് ആണ് കറക്റ്റ്. ആ സെന്റൻസ് തന്നെ നോക്കണം. നോക്കുമ്പോൾ ഇറ്റ് ഇസ് ദ പ്രോസസ് ഓഫ് വർക്കിംഗ് ആൻഡ് ടെമ്പറിങ് ഓഫ് ക്ലേ ടു മേക്ക് ഇറ്റ് പ്ലാസ്റ്റിക് ആൻഡ് കൺസിസ്റ്റന്റ്. ഇത് പഗ്ഗിങ് ഓപ്പറേഷനിലാണ്. ഓക്കെ, അടുത്തത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ കോൺസ്റ്റുവന്റ് ഓഫ് ഗുഡ് ബ്രിക്ക് എർത്ത്. നോട്ട് എ കോൺസ്റ്റുവന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഒരു ഗുഡ് ബ്രിക്കിന്റെ അത്ര അത്യാവശ്യമില്ലാത്ത ഒരു കോമ്പൗണ്ട് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻസ് അയൺ പൈറൈറ്റ്സ്, സിലിക്ക, ലൈം, അലുമിന. ഏതാണ്? അയൺ പൈറൈറ്റ്സ്. അയൺ പൈറൈറ്റ്സ്. ഓക്കെ, ഓപ്ഷൻ എ. ദി കോമൺലി അഡോപ്റ്റഡ് നോമിനൽ സൈസ് ഓഫ് ട്രഡീഷണൽ ബ്രിക്ക്. തന്നിരിക്കുന്നതിൽ ഏതാണ് ട്രഡീഷണൽ ബ്രിക്കിന്റെ നോമിനൽ സൈസ്? 11.4 by 7.6. ഓപ്ഷൻ സി. നോമിനൽ സൈസ് ഓഫ് ട്രഡീഷണൽ ബ്രിക്ക് എന്ന് പറയുന്നത് 23 by 11.4 by 7.6 സെന്റിമീറ്റർ ആണ് വരുന്നത്. അടുത്തത്, എ ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് ഷുഡ് നോട്ട് അബ്സോർബ് വാട്ടർ മോർ ദാൻ ഡാഷ് ഓഫ് ഇറ്റ്സ് ഓൺ ഡ്രൈ വെയിറ്റ് ആഫ്റ്റർ 24 hours ഇമേർഷൻ ഇൻ കോൾഡ് വാട്ടർ. 10%, 15%, 20. എത്ര വരുന്നത്? 20%. ഓപ്ഷൻ സി. ഫസ്റ്റ് ക്ലാസ് ബ്രിക്കിന്റെ വാട്ടർ അബ്സോർപ്ഷൻ വരുന്നത് 20% ആണ്. ഓക്കെ, അടുത്തത്, എക്സസ് ഓഫ് അലുമിന ഇൻ ദി ക്ലേ മേക്സ് ദ ബ്രിക്ക്. എക്സസ് അലുമിന ഉണ്ടായി കഴിഞ്ഞാൽ അവിടുത്തെ പ്രോബ്ലം എന്താണ്? ബ്രിട്ടിൽ ആൻഡ് വീക്ക്, ക്രാക്ക് ആൻഡ് വാർപ്പ് ഓൺ റൈൻ, ചേഞ്ച് ദി കളർ, ഇംപ്രൂവ്സ് ദി ഇംപെർമിയബിലിറ്റി ആൻഡ് ഡ്യൂറബിലിറ്റി. ക്രാക്ക് ആൻഡ് വാർപ്പ്. ഓപ്ഷൻ ബി. അടുത്തത്, ദി കോൺസ്റ്റുവന്റ് ഓഫ് ഗുഡ് ബ്രിക്ക് എർത്ത് വിച്ച് ഇമ്പാർട്ട്സ് പ്ലാസ്റ്റിസിറ്റി. ഏതാണ് പ്ലാസ്റ്റിസിറ്റി കൊടുക്കുന്നത്? ഏതാണ്? അലുമിന. ഓക്കെ, അടുത്തത്, എ ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് ഷുഡ് ഹാവ് എ മിനിമം ക്രഷിംഗ് സ്ട്രെങ്ത് ഓഫ്. ഫസ്റ്റ് ക്ലാസ് ബ്രിക്കിന്റെ ക്രഷിംഗ് സ്ട്രെങ്ത് എത്രയാണ്? 105. ഓപ്ഷൻ ബി. വേഗം പറഞ്ഞോട്ടോ, അതൊക്കെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അടുത്തത്, ദി പോർഷൻ ഓഫ് ബ്രിക്ക് വിത്ത് സൈസ് 9 by 4.5 by 9 centimeter ഈസ് കോൾഡ് ക്വീൻ ക്ലോസർ, ഹാഫ് ബ്രിക്ക്, ഹാഫ് ക്വീൻ ക്ലോസർ, ക്വീൻ ക്ലോസർ. ഏതായിരിക്കും? ദി പോർഷൻ ഓഫ് ബ്രിക്ക് വിത്ത് സൈസ് 9 by 4.5 by 9 ഏതാണ് വരുന്നത്? ദാറ്റ് ഈസ് ഹാഫ് ക്വീൻ ക്ലോസർ ആണ് കേട്ടോ. ഓപ്ഷൻ സി. അടുത്തത്, ദി ക്വാണ്ടിറ്റി ഓഫ് ബ്രിക്ക് മോട്ടാർ റിക്വയർഡ് ഫോർ ബ്രിക്ക് മേസണറി ഇൻ സിമെന്റ് മോട്ടാർ ഇൻ 1:6. അത് നിങ്ങൾ ചെയ്യാൻ പറ്റുക വെച്ചാൽ ചെയ്ത് നോക്കുക. അതിനടുത്ത് QSVയുടെ ക്ലാസ് ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഇതിലെ ഓപ്ഷൻ തന്നിരിക്കുന്ന 0.24 ആണ് കേട്ടോ. മീറ്റർ ക്യൂബ് ആണ് വരുന്നത്. ക്യൂബിക് മീറ്റർ 0.24 ക്യൂബിക് മീറ്റർ ആണ് വരുന്നത്. അടുത്തത്, എ ഗുഡ് ക്ലേ ഫോർ മേക്കിംഗ് ഫോർ ബ്രിക്ക്. ഈ തന്നിരിക്കുന്നതിൽ ഏത് ക്ലേ ആണ് ബ്രിക്ക് ഉണ്ടാക്കാനായിട്ട് സൂട്ടബിൾ ആയിട്ടുള്ളത്? അൺവെതേർഡ് ക്ലേ, വെതേർഡ് ക്ലേ, സിൽറ്റഡ് സോയിൽ, ബ്ലാക്ക് കോട്ടൺ സോയിൽ. ഏതാണ്? വെതേർഡ് ക്ലേ. ഓപ്ഷൻ ബി.
The brick laid with its length parallel to the face of the wall. Stretcher. Stretcher. Okay. Option B. The type of bond brick masonry consisting of alternate courses of headers and stretchers. English bond. English bond. Option A. 1 cubic meter of brick masonry. For 1 cubic meter of brick masonry, number of bricks required. 500. ഇത് ഈ ക്വസ്റ്റ്യനിലെ ഓപ്ഷനിൽ ഈ ബുക്കിൽ കൊടുത്തിരിക്കുന്ന ആൻസർ മിസ്റ്റേക്ക് ആണ് കേട്ടോ. ഇതിൽ ഞാനിത് അപ്ലോഡ് ചെയ്യുമ്പോൾ ഇതിന്റെ കൂടെ കീയും ഉണ്ട്, പക്ഷെ ഞാൻ മാർക്ക് ചെയ്തത് നിങ്ങൾ നോക്കിയാൽ മതി. അതിൽ കിടക്കുന്നത് 425 ആണ് കിടക്കുന്നത്, പക്ഷെ നമുക്കറിയാം 500 ആണ്. ഓക്കെ. അടുത്തത്, ദി ഫ്രോഗ് ഓൺ ദി ബ്രിക്ക് ഇൻ ദി ബ്രിക്ക് മേസണറി ഈസ് ജനറലി കെപ്റ്റ് ഓൺ. ഏത് ഫേസിലാണ് കൊടുക്കുക? ടോപ്പ് ഫേസ്. ഓപ്ഷൻ എ. ദി മെയിൻ ഫംഗ്ഷൻ ഓഫ് അലുമിന നമ്മൾ പറഞ്ഞതാണ് Imbart plasticity. Option B. Efflorescence of bricks is due to. What is the reason for efflorescence? Soluble salts. Option A. Sorry. അടുത്തത്, which of the following constituent in earth gives plasticity? Aluminum. When first class brick is already നമ്മൾ പറഞ്ഞതാണ്, should not absorb water by more than 20%. The depression provided at the top face. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ച് ചോദിക്കുന്നതാണ് കേട്ടോ. ക്വസ്റ്റ്യൻസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിക്കും. പ്ലാസ്റ്റിസിറ്റി ഇത് അലുമിന. ഓക്കെ. ഇനി shrinkage, which of the following constituent? Silica. Okay. A brick molded with a double bullnose on end. Cownose. Option D. The vertical joints separating the bricks either in length or cross direction. Perpends. A junction in masonry which is formed when two walls meet other than a right angle without making a coin is squint junction. Option C. Puck mill is associated with the production of brick. Option C. The minimum lap provided for brick masonry is 20, 30, 50, 100. 50. Option C. Brick masonry should not be constructed in a day more than a height of. ഒരു ദിവസത്തിലുള്ള എത്രയാ? ഓപ്ഷൻ ബി. അടുത്തത്, the deposits on the surface of the brick caused by alternate wetting and drying is called efflorescence. നോക്കട്ടെ. 28. Efflorescence. Option A. The deposits on the surface of the okay. Reason for soaking the bricks in water before using is. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ സോക്ക് ചെയ്യുന്ന ബ്രിക്സ് വാട്ടറിൽ? To fill the air voids, to reduce the dust, to distribute the load uniformly, to get the minimum strength. What is the reason? To fill the air voids. To fill the air voids. Option A. മാർക്ക് അത്ര എളുപ്പമല്ല. To develop the face lap, which closer is used next to coin header. Coin header next ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാ? Queen closer. Option B. The bond in which alternate headers and stretchers are laid to each course, the facing and backing are of same appearance. നമ്മൾ പറഞ്ഞിരുന്നതാണ്. ഏതാണ്? Double Flemish bond. Option B. അടുത്തത്, what is the nominal size of standard brick? സ്റ്റാൻഡേർഡ് ബ്രിക്കിന്റെ നോമിനൽ സൈസ് ആണ് ചോദിച്ചിരിക്കുന്നത്. എത്ര പേരാ? നോമിനൽ സൈസ് ആണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാ? 20/10/10. മറ്റേ സ്റ്റാൻഡേർഡ് സൈസ് ആണ് കേട്ടോ. നോമിനൽ സൈസ് ചോദിക്കുമ്പോൾ 20/10/10. ടൈപ്പ് ഓഫ് ബോണ്ട് ഇൻ ബ്രിക്ക് മേസണറി ഇൻ വിച്ച് ഈച്ച് കോഴ്സ് കൺസിസ്റ്റ് ഓഫ് ഓൾട്ടർനേറ്റ് ഹെഡേഴ്സ് ആൻഡ് സ്ട്രെച്ചേഴ്സ്. ഏതാണ് വരാ? English. Each course consists of alternate Flemish bond. ശ്രദ്ധിച്ചോളോട്ടോ ക്വസ്റ്റ്യൻ. Which type of brick masonry bond is provided for heavy loads on masonry?
English one. ഇംഗ്ലീഷ് ബോണ്ട്. ഹെവി ലോഡ് എടുക്കാനായിട്ട് വരുന്നത് ഇംഗ്ലീഷ് ബോണ്ട്. ദി ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ വെർട്ടിക്കൽ ജോയിന്റ്സ് ഇൻ സക്സസീവ് കോഴ്സസ് ഇൻ ബ്രിക്ക് വർക്ക്. ലാപ്പ്. ഈ ലാപ്പും പെർപെൻഡും മാറി മാറി ചോദിക്കാറുള്ളതാണ് കേട്ടോ എക്സാമിന്. ഹൊറിസോണ്ടൽ ചോദിച്ചു കഴിഞ്ഞാൽ ലാപ്പ് കേട്ടോ. അപ്രോക്സിമേറ്റ് വെയിറ്റ് ഓഫ് എ ബ്രിക്ക് ഷുഡ് ബി എത്രയാണ് വരാം? 3.2. What is the portion of the brick obtained by cutting the brick longitudinally into 2 equal parts? Q enclosure. Q enclosure. Option B. Q enclosure. അടുത്തത് which among the following is suitable for half brick wall? Half brick wall. എത്രയാണ് ഏതാണ് വരാം? സ്ട്രെച്ചർ ബോണ്ട്. പാർട്ടീഷൻ വാളിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് സ്ട്രെച്ചർ ബോണ്ട്. ഹാഫ് ബ്രിക്ക് വാൾ ഈസ് നോർമലി ഡിസിഗ്നേറ്റഡ് ആസ് എത്രയാണ് അതിന്റെ സൈസ് നമ്മൾ പറയാറുള്ളത്? 10 centimeter. Option C. 10 centimeter. The function of alumina നമ്മൾ പറഞ്ഞതാണ്. Impart plasticity. The salt present in brick earth may cause efflorescence. Okay. Option B. A bond in which both header and stretcher come in the same course. Flemish. Bond. Option B. Option D. ഇയർ സെറ്റ് കഴിഞ്ഞു. അടുത്ത അപ്പൊ ഇതിന്റെ ഈ കീ നോക്കണ്ട കേട്ടോ. ഈ കീ ഇതിന്റെ കൂടെ അറ്റാച്ച്ഡ് ആണ്, അത് നോക്കണ്ട. മാർക്ക് ചെയ്തിട്ടുള്ളത് നോക്കിയാൽ മതി കേട്ടോ നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ. ഓക്കെ. അടുത്ത സെറ്റ് an example for the chemical. ഇതിൽ ചിലത് ബിൽഡിംഗ് മെറ്റീരിയൽസ് എന്നുള്ളത് കയറി വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അറിയാവുന്ന മാത്രമേ ഉള്ളൂ, നിങ്ങൾ വായിച്ചതല്ലേ ഓൾറെഡി. അപ്പൊ അതിന്റെ കൂടെ ആൻസർ പറഞ്ഞേക്ക് കേട്ടോ. an example for the chemical classification of rocks. Foliated, igneous, calcareous, metamorphic. Calcareous rock. A coverage of stone placed on the exposed top of the wall to prevent the seepage of water. Coping. Option A. Hardness of quartz is. Quartzന്റെ hardness scale എത്രയാണ് വരിക? 7. Option D. Quartzന് 7. Geologically, marble is in the type of rock? Metamorphic. Sandstone or sediment. The tendency of a stone to split along structure cleavage. Option B. Cleavage. Marble in the type of Calcareous. Marble, calcareous. Option C. അടുത്തത് 7. Specific gravity of most of the building stone. എത്രയാണ് വരിക? 2.5 to 3. 2.5 to 3. Basalt can be classified as എന്താണ്? എന്ത് ടൈപ്പ് റോക്ക് ആണ്? Extrusive igneous rocks. Then a good quality stone absorbs water less than 5%. Option A. അടുത്തത് the tendency of a stone to split along certain parallel planes is known as parallel planes. Cleavage. Option D. Cleavage. ഇനി അടുത്തത് laterite is എന്ത് ടൈപ്പ് റോക്ക് ആണ്? laterite argillaceous rock. Option B. argillaceous rock. അടുത്തത് dry rubble masonry is suitable for ഇതിന്റെ കൺസ്ട്രക്ഷൻ retaining. Option B. The projecting ornamental cores at the junction of the wall and ceiling. Cornice. Option C. Okay. The extension of the wall above the roof level is called parapet wall. അടുത്തത് the rocks formed due to consolidation of weathered particles of the existing rock are called sedimentary rock. Option A. അടുത്തത് laterite is an example of നമ്മൾ പറഞ്ഞതാണ് argillaceous rock. അടുത്തത് the example for a deep foundation is തന്നിരിക്കുന്നതിൽ ഏതാണ് ഡീപ്പ് ഫൗണ്ടേഷൻ? വെൽ ഫൗണ്ടേഷൻ. ഓപ്ഷൻ ബി. വെൽ ഫൗണ്ടേഷൻ. അടുത്തത് bitumen coating is often provided in precast pile as a measure to check. എന്തിനു വേണ്ടിയിട്ടാണ് ഒരു bitumen ലെയർ നമ്മൾ കൊടുക്കാറുള്ളത്?
corrosion of reinforcement, negative skin friction, vibration, surface cracking. ഇതിന് വേണ്ടിയിട്ടാണ് bitumen coating is often provided in precast pile as a measure to check. അത് ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ. ഇത് തന്നിരിക്കുന്ന ഓപ്ഷൻ നെഗറ്റീവ് സ്ക്രീൻ ഫ്രിക്ഷൻ ആണ് കേട്ടോ. ഒരു ഡൗട്ട് ഉണ്ട്, നോക്കി നോക്കാം കേട്ടോ. അടുത്തത് റാങ്കൈൻസ് അനാലിസിസ്, ദി അൾട്ടിമേറ്റ് ബാരിംഗ് കപ്പാസിറ്റി. അതിന്റെ ഇക്വേഷൻ എന്താണ് തന്നിരിക്കുന്നതില്? ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ആണ്. ഗാമ ഡി ഇൻറ്റു 1 മൈനസ് സൈൻ 5 ബൈ 1 പ്ലസ് സൈൻ 5 ഹോൾ സ്ക്വയർ. Plate load test is often used to obtain bearing capacity. bearing capacity. Option B. 4. Okay. അടുത്തത് for a rectangular foundation of width B, eccentricity of load should not exceed B by 2, B by 3, B by 5, B by 6. Rectangular. അതെ ശരിയാണ്. B by 6. When 2 or more footings connected by a beam, it is called Combined footing. ഒരു മിനിറ്റ്. ബീം വരുമ്പോ സ്ട്രാപ്പ് ആണ് വരിക. when 2 or more footings are connected by ഒരു ബീം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്ട്രാപ്പ് ആണ് കേട്ടോ. അടുത്തത് what is known as a watertight enclosure made of sheet pile walls, usually temporarily built on ground, a working area for the purpose of excluding water during the construction. Cofferda. Option A, cofferda. A foundation is considered as shallow if its depth is equal to or less than its width. Option A. Grillage foundation is essentially a എന്ത് type of foundation ആണ്? Shallow foundation. Shallow ആണ്. Spread foundation ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ്. മോസ്റ്റ് സൂട്ടബിൾ ആയിട്ട് വരുന്നത് സ്പ്രെഡ് ഫൗണ്ടേഷൻ എന്നുള്ള ആൻസർ ആണ് കേട്ടോ. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സ്പ്രെഡ് ആണ് വരാം. ഞാൻ ഷാലോ ആണ്, സ്പ്രെഡ് എന്ന് കൊടുക്കാം. നോക്കട്ടെ. ദി ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻ സൂട്ടബിൾ ഫോർ അണ്ടർ വാട്ടർ സ്ട്രക്ചേഴ്സ്. അണ്ടർ വാട്ടർ സ്ട്രക്ചേഴ്സിന് സൂട്ടബിൾ ആയിട്ടുള്ള ഫൗണ്ടേഷൻ ഏതാ ഈ തന്നിരിക്കുന്നതില്? കാസ്റ്റ് ഇൻസിറ്റു കോൺക്രീറ്റ് പൈൽ, അതെന്തായാലും പറ്റില്ല. ദെൻ പിയർ കണ്ടിന്യൂസ് സ്റ്റെപ്ഡ്, ഏതായിരിക്കും? പിയർ ഫൗണ്ടേഷൻ. ഓപ്ഷൻ ബി. The foundation provided below heavily loaded steel column on a soil of low bearing capacity. Heavily loaded grillage foundation. Option B. അടുത്ത സെറ്റ്. The inner surface of an arch is termed as inner surface soffit. Option D. The under surface of an arch is called intrados. അടുത്തത് which one of the following is a term associated with an arch? ഈ തന്നിരിക്കുന്നതിൽ ആർച്ച് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടേം ഏതാ? Sponge. Option C. The highest point of the extrados of arch. Crown. Highest point ആണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് അവിടെ വെക്കുന്ന സ്റ്റോൺ എന്ന് പറയുന്നതാണ് കീ സ്റ്റോൺ കേട്ടോ. ഹയസ്റ്റ് പോയിന്റ് ചോദിച്ചു കഴിഞ്ഞാൽ ക്രൗൺ ആണ്. വേർ ഇസ് ദ കീ സ്റ്റോൺ ഓഫ് എൻ ആർച്ച് ബീങ് പ്ലേസ്ഡ്? എവിടെയാണ്? തന്നെയാണ്. ക്രൗൺ. ഓപ്ഷൻ ബി. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദി വെഡ് ഷേപ്ഡ് യൂണിറ്റ് അറ്റ് ദി ക്രൗൺ ഓഫ് എൻ ആർച്ച്? നോക്ക് ഇത് തന്നെയാ നിങ്ങൾ എക്സാം ഹാളിൽ മിസ്റ്റേക്ക് വരുത്തുക. പെട്ടെന്ന് അങ്ങടെ വെഡ് ഷേപ്ഡ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ വെവോസിയർ മാർക്ക് ചെയ്യും. അറ്റ് ദി ക്രൗൺ ഓഫ് ദി ആർച്ച് ആണ്, അത് കീ ആണ്. ഓക്കെ. അടുത്തത് ഇൻ കേസ് ഓഫ് ബെയറിംഗ് ഓഫ് ലിൻഡൽ ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 150. 150 mm. ഓപ്ഷൻ ബി. അടുത്തത് ദി പോർഷൻ ഓഫ് ദി വാൾ ഓൺ വിച്ച് ദി എൻഡ് ഓഫ് എൻ ആർച്ച് റെസ്റ്റ്. എൻഡിൽ കൊടുക്കുന്ന സപ്പോർട്ടിന് നമ്മൾ എന്താ പറയാ? അബട്ട്മെന്റ്. ഇന്റർമീഡിയറ്റ് സപ്പോർട്ട് പിയർ. അടുത്ത സെറ്റ് കേട്ടോ. ദി വെർട്ടിക്കൽ ഔട്ട്സൈഡ് മെമ്പർ ഓഫ് എ ഡോർ ഓർ വിൻഡോ ഷട്ടർ ഈസ് നോൺ ആസ് സ്റ്റൈൽ, ഫ്രെയിം, ഹോൺ, മുള്ളിൻ. വെർട്ടിക്കൽ ഔട്ട്സൈഡ് സ്റ്റൈൽ. ഓപ്ഷൻ എ. The exposed vertical surface left on the sides of an opening after the door or window frame has been fitted in position
is called Reveal. reveal. Option B. The window usually provided near the roof of a room and opens above the adjoining veranda is called Clerestory. clerestory window. Okay. Option D. A window that projects outside the external wall of a room. Bay Bay window. Bay window. window. Option D. Bay window. When a door is designated as 10D T20, it can be concluded that ഈ നൊട്ടേഷൻ ഉണ്ടെങ്കിൽ എന്താണ് ഡബിൾ ഷട്ടർ. ഓപ്ഷൻ ബി. ഇറ്റ് ഈസ് എ ഡബിൾ ഷട്ടർ ഡോർ. അതെങ്ങനെയാണ് അതിന്റെ ഇത് വരുന്നത്? ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോർ ആണ്, ടി എന്ന് പറഞ്ഞിട്ടുള്ള ഇതുണ്ടെങ്കിൽ ഡബിൾ ഷട്ടർ ആണ്. എസ് ആണെങ്കിലോ ഡി എസ് ആയിരുന്നു വെച്ചാ സിംഗിൾ ഷട്ടർ. ആ ഡി എസ് ഉണ്ട്, ഡി ടി ഉണ്ട്. ഡി എന്ന് പറഞ്ഞാൽ ഡോർ ആണെന്ന് മനസ്സിലാക്കുക. ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡബിൾ ഷട്ടറും, എസ് ആണുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗിൾ ഷട്ടർ ആയിരിക്കും. പിന്നെ ഈ 10ഉം 20ഉം ഒക്കെ അതിന്റെ സൈസ് ആണ്. 100 mm 200 mm അതിന്റെ സൈസ് പറയുന്നതാണ് കേട്ടോ. അടുത്തത് ദി ഹൊറിസോണ്ടൽ മെമ്പർ ഓഫ് എ ഫ്രെയിം എംപ്ലോയ്ഡ് ടു സബ്ഡിവൈഡ് ദി വിൻഡോ ഓപ്പണിംഗ് ഹൊറിസോണ്ടലി. ഏതാണ്? ട്രാൻസം. ഓപ്ഷൻ സി. ട്രാൻസം. The exposed vertical surface perpendicular to window or door frame is called Reveal. The exposed vertical surface perpendicular to window or door frame is called ജാമ്പ് അല്ലേ വരുന്നത്? ജാമ്പാണ് കേട്ടോ. ഓപ്ഷൻ ബി. ജാമ്പ്. എന്റെ കീ ഇതിലില്ല, ജാമ്പായിരിക്കും. ജാമ്പല്ലേ വരുന്നത്? റിവീലല്ലോ വരാ. ഞാൻ ജാമ്പാണെന്നുള്ളത് ഇതിനെ മാർക്ക് ചെയ്ത് നോക്കട്ടെ, ചെക്ക് ചെയ്ത് നോക്കട്ടെ. ഇതിന്റെ കീ ഈ ഒരു സെറ്റിന്റെ മാത്രം കീ ഇതിലില്ല കേട്ടോ. മാർക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ. ദി വെർട്ടിക്കൽ സൈഡ്സ് ഓഫ് ഓപ്പണിംഗ് ഫോർ ഡോർസ് ആൻഡ് വിൻഡോ ആർ കോൾഡ് ജാമ്പ്. ഓപ്ഷൻ എ. വിച്ച് അമംഗ് ദി ഫോളോയിങ് ഈസ് ദ ബോട്ടം ലെവൽ ഓഫ് വിൻഡോ ഇൻ എ ബിൽഡിംഗ്? ബോട്ടം ലെവൽ ഏതാണ് വരിക? ഓപ്ഷൻ സി. അടുത്ത സെറ്റ്. ഇൻ എ റൂഫ് ട്രസ് which of the following is used to support roofing material? Purlin. Option A. Option C. Purlins. അടുത്തത്. In areas where rainfall is very heavy, the suitable type of roof is Curved roof. curved. ഇതില് നമ്മൾ അന്ന് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ കർവ്ഡ് റൂഫ് അല്ലേ പറഞ്ഞിരുന്നേ? ഇതില് കേൾക്കുന്നത് പിച്ച്ഡ് റൂഫ് ആണ്. അന്ന് ആരൊക്കെ പറഞ്ഞിരുന്നു എന്ന് തോന്നുന്നു അല്ലെ, പിച്ച്ഡ് റൂഫ് എന്ന്? ഓക്കെ, ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. The horizontal member of wood or steel used to support common rafter of a sloping roof are called Purlin. Okay, option A. Purlin. The construction of a north-light roofing is suitable for industrial building. അടുത്തത്. Asbestos is banned in most of the countries. എന്തുകൊണ്ടാണ്? Due to carcinogenic fiber. Okay. Option C. Roof trusses are generally used when span exceeds. എപ്പോഴാണ് span exceeds? എത്ര വരുമ്പോഴാണ്? 5 meter. Option B. In a sloping roof, the inclined wooden member laid from ridge to eave are known as Common rafter. Option C. The term pitch in connection with the pitched roof is defined as the apex line of sloping roof, inclination of the sides with horizontal plane of roof, horizontal distance between internal face of wall, valley line of pitched roof. The term pitch in connection with the pitched roof is defined as option B. Inclination of the sides with the horizontal plane of roof. A building with a gabled roof will experience pressure on its leeward slope, which is എന്താണ് അതിന്റെ വാല്യൂ വരിക? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത്. എക്സ്പീരിയൻസ് ലീവേർഡ് സ്ലോപ്പ്, വിച്ച് ഈസ് ഓൾവേസ് നെഗറ്റീവ് ആണ് കേട്ടോ. ഓപ്ഷൻ ബി ഓൾവേസ് നെഗറ്റീവ്. അടുത്തത്. The effective span of purlins in a roof truss is span of truss itself, length of principal rafter, spacing of the truss,
ഹാഫ് സ്പാൻ ഓഫ് ദി ട്രസ് ഏതായിരിക്കും വരിക? The effective span of purlins in a roof truss is, that is spacing of trusses, option C. അടുത്തത് റോക്ക് യൂസ്ഡ് ഇൻ റൂഫിംഗ്. റൂഫിങ്ങിന് നോർമലി യൂസ് ചെയ്തിരുന്ന റോക്ക് ഏതായിരുന്നു? സ്ലേറ്റ്, പ്യൂമിസ്, സാൻഡ്സ്റ്റോൺ, സ്ലേറ്റ്, ഓപ്ഷൻ എ. അടുത്തത് എ റൂഫ് വിച്ച് സ്ലോപ്സ് ഇൻ ടു ഡയറക്ഷനിലേക്ക് സ്ലോപ്പ് ചെയ്തിട്ടുള്ള റൂഫിനെ ഗേബിൾ റൂഫ്, ഓപ്ഷൻ സി. അടുത്ത സെറ്റ് ദി കോമൺലി അഡോപ്റ്റഡ് മെറ്റീരിയൽ ഫോർ DPC ഇൻ ദി പ്ലിന്ത് മെറ്റീരിയൽ ഏതാണ്? സിമെന്റ് കോൺക്രീറ്റ്. DPC at plinth level, that is option D. സിമെന്റ് കോൺക്രീറ്റ് ആണ് കേട്ടോ. ഇൻ ഓർഡിനറി റെസിഡൻഷ്യൽ ആൻഡ് പബ്ലിക് ബിൽഡിംഗ് DPC ഈസ് പ്രൊവൈഡഡ് അറ്റ് ഏത് ലെവലിലാണ് കൊടുക്കുന്നത്? പ്ലിന്ത് ലെവൽ, ഓപ്ഷൻ എ. അടുത്തത് ദി വാൾ designated to carry horizontal forces acting in its plane with or without imposed load is called ഏതാണ് വരിക? വിത്ത് ഓർ വിത്തൗട്ട് ഇമ്പോസ്ഡ് ലോഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഏതായിരിക്കും? എന്തായാലും കർട്ടൻ വോൾ ആവില്ല, ബ്രസ്റ്റ് വോൾ ആയിരിക്കില്ല, പിന്നെ ക്യാവിറ്റി വോളും എന്തായാലും ലോഡൊന്നും എടുക്കില്ല. അപ്പൊ ഏതാണ് വരിക? ഓപ്ഷൻ ബി, ഷിയർ വോൾ ആണ് കേട്ടോ. എ വാൾ designated to carry horizontal forces acting in its plane with or without imposed load, that is shear wall. ഇത്രയാണ് ഈ ഒരു സെറ്റ് വരുന്നത്. ഇതിലൊരു 100 ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് ഞാൻ ഫയല് നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയലിൽ ആഡ് ചെയ്യാം. ഓക്കെ, അടുത്തൊരു ഫയൽ എടുക്കാം കേട്ടോ. ഓക്കെ, കാണുന്നില്ലേ നിങ്ങൾക്ക് പുതിയ ക്വസ്റ്റ്യൻസ്? ഹലോ, കാണുന്നുണ്ടോ? ഓക്കെ, ഒരു മിനിറ്റ് ഞാൻ ഫയൽ എടുക്കട്ടെ കേട്ടോ. അതില് ഓക്കെ, നെക്സ്റ്റ് സെറ്റ് ഞാൻ വായിക്കാം, ക്വസ്റ്റ്യൻ വായിക്കാം. In undernamed piles are generally used for options: machine foundation, factory building, transmission line towers, tall structures, all the above. ഏതാണ് ചോദിച്ചിരിക്കുന്നത്? അണ്ടർനെയിംഡ് പൈൽസ് നമ്മൾ യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഈ തന്നിരിക്കുന്നതിൽ എവിടെയാണ് നമുക്ക് സൂട്ടബിൾ ആയിട്ടുള്ളത്? അണ്ടർനെയിംഡ് പൈൽസ് ആർ ജനറലി യൂസ്ഡ് ഫോർ ഓൾ ഓഫ് ദി അബവ് ആണ് കേട്ടോ. ഇത് തന്നിരിക്കുന്ന എല്ലാ ഓപ്ഷൻസും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. മെഷീൻ ഫൗണ്ടേഷൻസിലും factory building. Okay, no comment. The thickness of a reinforced brick partition wall is generally kept. ഏതാണ് പാർട്ടീഷൻ വാളിന്റെ സൈസ്? നമ്മളിപ്പോ പറഞ്ഞതാണ്. എത്രയാണ് വരുന്നത്? റീൻഫോഴ്സ്ഡ് ബ്രിക്ക് 10 cm, ഓപ്ഷൻ ബി. അടുത്തത് എ പോയിന്റഡ് ആർച്ച് വിച്ച് ഫോംസ് ഐസോസെലസ് ഓർ ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ഈസ് ജനറലി നോൺ ആസ് ഏതാണ്? 3-centered, 2-centered, lancet, bullseye arch, which forms lancet arch, option C. അടുത്തത് the art of bringing the floor to a true level surface by means of screeds is called topping, bending, screeding, none of this. The art of bringing the floor to a true level surface by means of screeds. ആ വേർഡിൽ തന്നെ ഉണ്ട്. സ്ക്രീഡ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന പ്രോസസ് ഏതാണ്? ഓപ്ഷൻ സി, സ്ക്രീഡിംഗ്. ദി സിൽ ഓഫ് എ കോമൺ വുഡൻ പാർട്ടീഷൻ ഈസ്. ദി സിൽ ഓഫ് എ കോമൺ വുഡൻ പാർട്ടീഷൻ ഈസ്. സിൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? എന്ത് സർഫസ് ആയിരിക്കുക? സിൽ എന്ന് പറയുന്നത് എന്തായാലും ലോവർ പോർഷൻ ആയിരിക്കും അല്ലെ? അത് ഓപ്ഷൻ ബി, ലോവർ ഹൊറിസോണ്ടൽ വുഡൻ മെമ്പർ.
Then suitable spacing of timber piles is. ടിംബർ പൈൽസിന്റെ സൂട്ടബിൾ സ്പേസിങ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്നതിൽ 50, 60, 70, 80, 90 ഏതാണ്? അത് 90 സെന്റിമീറ്റർ ആണ് കേട്ടോ. അത് 90 സെന്റിമീറ്റർ ആണ്. അതിന്റെ ഡയമീറ്റർ വരുമ്പോൾ 30 to 45 mm ഒക്കെയാണ് ടിംബർ പൈൽസിന്റെ ഡയമീറ്റർ വരുന്നത്. അതിന്റെ സ്പേസിങ് വരുന്നത് 90 സെന്റിമീറ്റർ ആണ്. An ordinary concrete may be made waterproof by adding. ഈ തന്നിരിക്കുന്നതിൽ എന്ത് ആഡ് ചെയ്യുമ്പോഴാണ് ഓർഡിനറി കോൺക്രീറ്റ് വാട്ടർ പ്രൂഫ് ആവുക? All of this ആണ്. ഇതെല്ലാം പേരുകളൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കട്ടോ. An ordinary concrete may be made of waterproof by adding ഈ തന്നിരിക്കുന്ന എല്ലാ മെറ്റീരിയൽ. The auger boring method is not suitable for. ഈ തന്നിരിക്കുന്നതിൽ ഏതിനാണ് സൂട്ടബിൾ അല്ലാത്തത്? Not suitable for very hard soil, cemented soil, very soft soil, fully saturated cohesionless soil, all of the above. ഏതായിരിക്കും? auger boring method is not suitable for. ഹാർഡ് സോയിലിന് യൂസ് ചെയ്യാൻ പറ്റുമോ ഓഗർ ബോറിംഗ്? ആലോചിച്ച് നോക്കി നിങ്ങൾ എങ്ങനെയാ. ഓഗർ എന്ന് പറഞ്ഞ ഒരു ടൂള്, അത് മെഷീൻ വെച്ചിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നതുണ്ട്. ഇങ്ങനെ ജസ്റ്റ് പ്രസ് ചെയ്ത് ഇറക്കിയിട്ട് അതങ്ങനെ റൊട്ടേറ്റ് ചെയ്യണം. ഹാർഡ് സോയിൽ വന്നു കഴിഞ്ഞാൽ അവിടെ സൂട്ടബിൾ ആണോ അത് ഓഗർ ബോറിംഗ്? ആലോചിക്ക്. നിങ്ങൾ ഓഗർ എന്നുള്ളത് കണ്ടിട്ടില്ലേ? ഇത് ഇതുപോലൊരു എങ്ങനെയായിരുന്നു ഇതില് മാർക്ക് ചെയ്യാന്ന്? ഓഗർ ബോറിംഗ് ഇതുപോലൊരു ടൂളാണ് വരുന്നത്. ഇതാണ് ഒരു ഓഗർ എന്ന് പറയുന്നത്. ഇത് വെച്ചിട്ട് നമുക്ക് വെരി ഹാർഡ് സോയിലൊക്കെ ഇത് ചെയ്യാൻ പറ്റുമോ? സൂട്ടബിൾ ആവുമോ അവിടെ? ഓഗർ ബോറിംഗ് വെരി ഹാർഡ് സോയിൽ സൂട്ടബിൾ ആയിരിക്കില്ല. അതുപോലെ തന്നെയാണ് സിമെന്റഡ് സോയിലും വരുന്നത്. അവിടെയും അത് ചെയ്യാൻ പറ്റില്ല. സോ ഓപ്ഷൻ വരുന്നത് ഓൾ ഓഫ് ദി എബവ് ആണ് കേട്ടോ. ഓഗർ ബോറിംഗ് എന്ന് പറയുന്നത് നോട്ട് എ സൂട്ടബിൾ മെത്തേഡ് ആണ്. ഈ തന്നിരിക്കുന്ന ഒന്നിനും സൂട്ടബിൾ അല്ല. അടുത്തത് ദി ടൈപ്പ് ഓഫ് പോയിന്റിംഗ് ഇൻ വിച്ച് എ വി ഷേപ്ഡ് പ്രൊജക്ഷൻ ഔട്ട്സൈഡ് ദി വാൾ സർഫസ് ഈസ് പ്രൊവൈഡഡ് ഈസ് കോൾഡ്. ആ ടൈപ്പ് പോയിന്റ്, ഒരു വി ഷേപ്ഡ് പ്രൊജക്ഷൻ ഉണ്ടാകുന്ന ആ ടൈപ്പ് പോയിന്റിങ്ങിന് നമ്മൾ എന്താണ് പറയാം? റിസസ്ഡ് പോയിന്റിംഗ്, വെദർ പോയിന്റിംഗ്, വി പോയിന്റിംഗ്, ടക്ക് പോയിന്റിംഗ്. ഏതാണ് വരിക? ദി ടൈപ്പ് ഓഫ് പോയിന്റിംഗ് ഇൻ വിച്ച് എ വി ഷേപ്ഡ് പ്രൊജക്ഷൻ ഔട്ട്സൈഡ് ദി വാൾ സർഫസ് ഈസ് പ്രൊവൈഡഡ്. ഏതാണ് വരിക? വെദർ പോയിന്റിംഗ്. ഓപ്ഷൻ ബി വെദർ പോയിന്റിംഗ്. അടുത്തത് എ പ്രീസ്ട്രസ്ഡ് കോൺക്രീറ്റ് പൈൽ ഈസ് ഈസി ടു ഹാൻഡിൽ, ലൈറ്റ് ഇൻ വെയിറ്റ്, എക്സ്ട്രീംലി ഡ്യൂറബിൾ, സൂട്ടബിൾ ഫോർ ഹെവി ലോഡ്, ഓൾ ഓഫ് ദി അബവ്. ഏതായിരിക്കും? ഓൾ ഓഫ് ദി അബവ്. ഓപ്ഷൻ ഇ. ഈ ഒന്നും എന്തായാലും ഉണ്ടായിരിക്കില്ല, പക്ഷെ അതൊന്ന് നോക്കി വെക്കുക. പ്രീസ്ട്രസ്ഡ് കോൺക്രീറ്റ് എന്ന് പറയുമ്പോൾ ഈസി ടു ഹാൻഡിൽ ആണ്, ലൈറ്റ് ഇൻ വെയിറ്റ് ആണ്, എക്സ്ട്രീംലി ഡ്യൂറബിൾ ആണ്, അതുപോലെ സൂട്ടബിൾ ഫോർ ഹെവി ലോഡ് ആയിരിക്കും. അടുത്തത് ഹയസ്റ്റ് ലൈൻ ഓഫ് സ്ലോപ്പിംഗ് റൂഫ് വേർ ടു ഓപ്പോസിറ്റ് സ്ലോപ്സ് മീറ്റ് ഈസ് നോൺ ആസ്. ഏതാണ്? റിഡ്ജ്. ഓപ്ഷൻ ബി റിഡ്ജ്. The highest line of sloping roof where two opposite slopes meet is known as ridge. അടുത്തത് the window which is provided in flat roof of a room is known as. ഫ്ലാറ്റ് റൂഫിൽ കൊടുക്കുന്ന lantern window. ഓപ്ഷൻ ബി lantern window. അടുത്തത് a wooden block fixed on the back side of a door frame on its post is known as cleat, stop, horn, none of this. ഏതായിരിക്കും? വുഡൻ ബ്ലോക്ക് ഫിക്സ്ഡ് ഓൺ ദി ബാക്ക് സൈഡിലാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഏതാണ് വരിക? വുഡൻ ബ്ലോക്ക് ഫിക്സ്ഡ് ഓൺ ദി ബാക്ക്. സ്റ്റോപ്പ്. ഓപ്ഷൻ ബി സ്റ്റോപ്പ് കറക്റ്റ് ആണ്. ഓപ്ഷൻ ബി സ്റ്റോപ്പ്. അടുത്തത് ബ്രിക്ക് നോഗിംഗ് ടൈപ്പ് ഓഫ് പാർട്ടീഷൻ വാൾ ഈസ് കൺസ്ട്രക്റ്റഡ് ബൈ. എങ്ങനെയാണ്? ക്ലാസ്സിൽ ഒരു ക്വസ്റ്റ്യൻ അതിന് ഉണ്ടായിരുന്നു, ഈ നോഗിംഗ് എന്ന് പറഞ്ഞിട്ട്. ബ്രിക്ക് നോഗിംഗ് ടൈപ്പ് ഓഫ് പാർട്ടീഷൻ വാൾ ഈസ് കൺസ്ട്രക്റ്റഡ് ബൈ ലേയിങ് ബ്രിക്ക് ആസ് സ്ട്രക്ചേഴ്സ് ഇൻ സിമെന്റ് മോർട്ടാർ. ഏതായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ് ഈ നോഗിംഗ് എന്നുള്ളത് നമുക്ക് പറഞ്ഞത്? അത് ഓപ്ഷൻ ഡി ആണ്. അതെ, വുഡൻ ഫ്രെയിം. ഓപ്ഷൻ ഡി, കൺസ്ട്രക്ടിങ് ബ്രിക്ക് വർക്ക് വിത്തിൻ എ വുഡൻ ഫ്രെയിം വർക്ക്. അടുത്തത് ഇൻ ഹൈ മൗണ്ടൈനസ് റീജിയൻ ദി ടൈപ്പ് ഓഫ് റൂഫ് ജനറലി റെക്കമെൻഡഡ് ഫോർ ബിൽഡിംഗ്സ് ഈസ്. മൗണ്ടൈനസ് റീജിയൻസിൽ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് റൂഫ് ഏതാണ്? ജനറലി റെക്കമെൻഡഡ് ഏതാണ് വരിക? ഗാംബ്രൽ ടൈപ്പ് കേട്ടോ.
കേൾക്കാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, ഓപ്ഷൻ സി ആണ് വരുന്നത്. അടുത്തത് ദി പ്രോസസ് ഓഫ് ഫില്ലിംഗ് ഹോളോ സ്പേസസ് ഓഫ് ദി വാൾസ് ബിഫോർ പ്ലാസ്റ്ററിംഗ് ഈസ് നോൺ ആസ് ഹാക്കിംഗ്, ഡബിംഗ് ഔട്ട്, ബ്ലിസ്റ്ററിംഗ്, പീലിംഗ്, ഓൾ ഓഫ് ദി അബോവ്. ആ ഹോളോ സ്പേസസ് ഫില്ല് ചെയ്യുന്ന ആ പ്രോസസ്സിന് എന്താ പറയാ? ഡബിംഗ് ഔട്ട്. ഓപ്ഷൻ ബി, ഡബിംഗ് ഔട്ട്. അടുത്തത് എ കോൺക്രീറ്റ് സ്ട്രക്ചർ ഈസ് ഓഫൺ സെറ്റ് ഓൺ ഫയർ ആൻഡ് ദി ടെമ്പറേച്ചർ റൈസസ് ടു 1000 degrees Celsius. The strength of the concrete as compared to original strength reduces to. എത്ര പെർസെൻറ്റേജ് ആണ് അവിടെ റിഡക്ഷൻ വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര പെർസെൻറ്റേജ് ആണ്? 10, 15, 20, 25. A concrete structure is set on fire and temperature raises to 1000 degrees Celsius. അങ്ങനെ ഉണ്ടാവുമ്പോൾ ഒറിജിനൽ സ്ട്രെങ്ത്തിൻ്റെക്കാളും എത്ര സ്ട്രെങ്ത് ആണ് റെഡ്യൂസ് ചെയ്യുക? ദാറ്റ് ഈസ് 20% ആണ് കേട്ടോ. അവിടെ ടെമ്പറേച്ചർ നോക്കണം, റൈസസ് ടു 1000 degrees Celsius ആണ്. അപ്പോൾ ഒറിജിനൽ സ്ട്രെങ്ത്തിനേക്കാളും 20% സ്ട്രെങ്ത് റെഡ്യൂസ് ചെയ്യും. അടുത്തത് വീപ്പ് ഹോൾസ് ആർ പ്രൊവൈഡഡ് ഇൻ ദി റിട്ടൈനിങ് വാൾ. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ വീപ്പ് ഹോൾസ് കൊടുക്കുന്നത്? ടു ഡ്രെയിൻ ഓഫ് ദി വാട്ടർ. ടു ഡ്രെയിൻ ഓഫ് ദി വാട്ടർ ഫ്രം ദി ഫില്ലിംഗ്. അടുത്തത് ദി ബെയറിംഗ് കപ്പാസിറ്റി ഓഫ് ഗ്രാനൈറ്റ് തന്നിരിക്കുന്നതിൽ ഏതാണ് വരിക? 5 to 10, 15 to 20, 30 to 35, 40 to 45. എത്രയാണ് ഗ്രാനൈറ്റിന്റെ ബെയറിംഗ് കപ്പാസിറ്റി? എത്രയാണ് അത് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. 30 to 35 kg/cm². ഓപ്ഷൻ സി, 30 to 35 kg/cm². അടുത്തത് ദി സീലിംഗ് ഹൈറ്റ് ഓഫ് എ ബിൽഡിംഗ്. എവിടെ തൊട്ടാ മെഷർ ചെയ്യാം സീലിംഗ് ഹൈറ്റ്? എന്തായാലും സീലിംഗ് നിന്നായിരിക്കും. സീലിംഗിൽ നിന്ന് വരുന്നത് ഏതൊക്കെയാണ് ഉള്ളത്? ബിറ്റ്വീൻ സീലിംഗ് ആൻഡ് ഗ്രൗണ്ട് ലെവൽ, അതുപോലെ ബിറ്റ്വീൻ സീലിംഗ് ആൻഡ് ഫ്ലോർ ലെവൽ. ഏതായിരിക്കും വരിക? സീലിംഗും എന്തും തമ്മിലുള്ള ഹൈറ്റ് ആണ് സീലിംഗ് എന്ന് പറയുന്നത്. ഗ്രൗണ്ട് ആണോ ഫ്ലോർ ആയിരിക്കോ? ഫ്ലോർ ലെവൽ. ബിറ്റ്വീൻ സീലിംഗ് ആൻഡ് ഫ്ലോർ ലെവൽ ആണ് സീലിംഗ് ഹൈറ്റ് എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഫോർ എ റെക്ടാങ്കുലർ ഫൗണ്ടേഷൻ ഓഫ് വിഡ്ത്ത് ബി, എക്സെൻട്രിസിറ്റി ഓഫ് ലോഡ് ഷുഡ് നോട്ട് എക്സീഡ് b/6. ഓപ്ഷൻ ഇ ആണ് വരുന്നത്. അടുത്തത് ദി വിഡ്ത്ത് ഓഫ് ഹോളോ സ്പേസ് ബിറ്റ്വീൻ 2 walls of a cavity wall should not exceed 5, 7.5, 10 cm and 15 cm. എത്രയാണ് വരിക? ദി വിഡ്ത്ത് ഓഫ് ഹോളോ സ്പേസ് ബിറ്റ്വീൻ 2 walls of a cavity wall, വിഡ്ത്ത് ഓഫ് ഹോളോ സ്പേസ് അതിന് തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ് വരുന്നത്? അത് 10 cm ആണ് കേട്ടോ. ഓപ്ഷൻ സി, 10 cm. അത് കഴിഞ്ഞാൽ സ്ലേറ്റ് എന്ന് പറയുന്നത് എന്ത് ടൈപ്പ് റോക്കാണ്? സ്ലേറ്റ് ഈസ് എ മെറ്റമോർഫിക് റോക്ക് സ്പ്ലിറ്റ് ഇൻടു തിൻ ഷീറ്റ്സ്. മെറ്റമോർഫിക് റോക്ക്. ഓപ്ഷൻ എ. ഇതിൽ ഓപ്ഷൻസ് പറഞ്ഞിട്ടില്ല. സ്ലേറ്റ് എന്ന് പറയുന്നത് മെറ്റമോർഫിക് റോക്ക് ആണ്. അടുത്തത് ദി ലൈൻ ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് 2 സർഫസസ് ഓഫ് എ സ്ലോപ്പിംഗ് റൂഫ് ഫോമിംഗ് ആൻ ഇന്റേണൽ ആംഗിൾ ലെസ് ദാൻ 180 degree. ഏതാണ് വരിക? റിഡ്ജ്, ഹിപ്പ്, വാലി. ഓപ്ഷൻ സി, വാലി. അടുത്തത് ദി പ്രോസസ് ഓഫ് വർക്കിംഗ് എ ഫ്ലാറ്റ് ഫോർ ഫിനിഷിംഗ് കോട്ട് ഈസ് നോൺ ആസ് ഡബിംഗ് ഔട്ട്, ഫ്ലോട്ടിംഗ്, നെറ്റിംഗ്, ബ്ലിസ്റ്ററിംഗ്. ഏതാണ് വരിക? എന്തായാലും ഡബിംഗ് ഔട്ട് ഒന്നും ആവില്ല. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ആ ഹോൾസ് ഫില്ല് ചെയ്യുന്ന പ്രോസസ്സാണ് ഡബിംഗ് ഔട്ട് വരുന്നത്. പ്രോസസ് ഓഫ് വർക്കിംഗ് എ ഫ്ലാറ്റ് ഫോർ ദി ഫിനിഷിംഗ് കോട്ട് കൊടുക്കുന്നതിന് നമ്മൾ എന്താ പറയാ? ദാറ്റ് ഈസ് ഫ്ലോട്ടിംഗ്. ഓപ്ഷൻ ബി, ഫ്ലോട്ടിംഗ്. The type of arch used for high class buildings where appearance is of prime importance is known as. Appearance importance കൊടുത്തിട്ടുള്ള type of arch ഏതാണ്? ashlar, rubble, gauged brick arch, axed brick arch. ഏതായിരിക്കും? അപ്പിയറൻസ് വൈസില് നമ്മൾ മേസണറിയിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഏതാണ്? ashlar arch. അടുത്തത് മിനിമം സ്ട്രെങ്ത് ഓഫ് ദി മോട്ടാർ യൂസ്ഡ് ഇൻ ലോഡ് ബെയറിംഗ് ബ്രിക്ക് മേസണറി ഈസ്. മോട്ടാറിന്റെ സ്ട്രെങ്ത്, മിനിമം സ്ട്രെങ്ത് ഓഫ് മോട്ടാർ യൂസ്ഡ് ഇൻ ലോഡ് ബെയറിംഗ് ബ്രിക്ക് മേസണറി ഈസ്, ദാറ്റ് ഈസ് 100 Newton/cm². ദി മിനിമം സ്ട്രെങ്ത് ഓഫ് മോട്ടാർ യൂസ്ഡ് ഇൻ ലോഡ് ബെയറിംഗ് ബ്രിക്ക് മേസണറി ഈസ് 100 Newton/cm². അടുത്ത് വരുന്നത് കോൺക്രീറ്റ് സ്ലംപ് റെക്കമെൻഡഡ് ഫോർ ഫൗണ്ടേഷൻ. ഫൗണ്ടേഷൻസിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സ്ലംപ് എത്രയാ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏതൊക്കെയാണ് റോഡ് വർക്കിന്റെ ഒക്കെ നമ്മൾ പറഞ്ഞായിരുന്നു.
ഇതില് ഫൗണ്ടേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഹയസ്റ്റ് ആണ് വേണ്ടത് അല്ലെ, കൂടുതൽ വരണം. ദാറ്റ് ഈസ് 50 to 100 mm ആണ്. സോ ഇതിലായിട്ട് കുറച്ചിടത്തിന്റെ സ്ലംപ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. റീൻഫോഴ്സ്ഡ് ഫൗണ്ടേഷൻ, ഫൂട്ടിംഗ്, വാള് അതിലൊക്കെ വരുമ്പോൾ 50 to 100 തന്നെയാണ് വരുന്നത്. അതായത് ഈ ഫൗണ്ടേഷന്റെ 50 to 100. അതുപോലെ സ്ലാബ്, ബീം അതിലൊക്കെ 30 to 125. ദെൻ കോളംസിന് 75 തൊട്ടാണ് വരുന്നത്. പെർമിറ്റ്സ് 25 to 50. മാസ് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ് അതൊക്കെ ചോദിക്കാറുള്ളതാണ് കേട്ടോ. ഈ പേവ്മെന്റ്സും മാസ് കോൺക്രീറ്റ് സ്ട്രക്ചർ ഒക്കെ ചോദിക്കാറുള്ളതാണ്. അതിന് രണ്ടിനും 25 to 50 ആണ് വരുന്നത്. ഇനി അൺറെയിൻഫോഴ്സ്ഡ് ഫൂട്ടിങ്സിനാണെങ്കിൽ 25 to 75. ദെൻ ബ്രിഡ്ജ് ഡെക്കിനൊക്കെ ആണെങ്കിൽ 25 to 75. ഈ വാല്യൂസും കൂടെ ഒന്ന് പഠിച്ചു വെച്ചോളൂ. അത് കഴിഞ്ഞാൽ ടു കൺസ്ട്രക്ട് എ 10 cm thick partition wall you will prefer. പാർട്ടീഷൻ വാളിന് നമ്മൾ ഏത് ബോണ്ടാ കൊടുക്കുക? സ്ട്രെച്ചർ ബോണ്ട്. എന്താണ് എല്ലാരും ഇരുന്ന് ഉറങ്ങിയോ? അല്ലെങ്കിൽ ചാടി വീണ് പറയാറുള്ളതാണല്ലോ. പാർട്ടീഷൻ വാളിന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ട്രെച്ചർ ബോണ്ട്. അതിന്റെ സൈസ് 10 cm. അടുത്തത് ദി പൈൽ വിച്ച് സപ്പോർട്ട്സ് ദി ലോഡ് ഡ്യൂ ടു ഫ്രിക്ഷൻ ബിറ്റ്വീൻ പൈൽ ഫേസ് ആൻഡ് സറൗണ്ടിങ് സോയിൽ. അതിനെന്താ പറയാ? ഫ്രിക്ഷൻ പൈൽ. The vertical members fixed between steps and handrail are known as. സ്റ്റെപ്പും ഹാൻഡ് റെയിലും തമ്മിലുള്ള വെർട്ടിക്കൽ മെമ്പേഴ്സിനെ നമ്മൾ എന്താ പറയാ? ബാലുസ്റ്റ്. ഓപ്ഷൻ എ. അടുത്തത് ദി കൺസ്ട്രക്ഷൻ ജോയിന്റ്സ് ഇൻ ബിൽഡിംഗ്സ് ആർ പ്രൊവൈഡഡ് ആഫ്റ്റർ. എത്ര ഡിസ്റ്റൻസ് കഴിയുമ്പോഴാണ് നമ്മൾ കൺസ്ട്രക്ഷൻ ജോയിന്റ്സ് പ്രൊവൈഡ് ചെയ്യാം? 10, 15, 20, 40. 40 meter. ഓപ്ഷൻ ഡി. അത് ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്, എക്സാമിന് വന്നിട്ടുള്ളതാണ്. ഇൻ സോഫ്റ്റ് ക്ലേ ഓഫ് ലോ ബെയറിംഗ് കപ്പാസിറ്റി ദി ടൈപ്പ് ഓഫ് സ്റ്റീൽ പൈൽ ജനറലി യൂസ്ഡ് ഈസ്. സോഫ്റ്റ് ക്ലേ ആണ്, ലോ ബെയറിംഗ് കപ്പാസിറ്റി ആണ്. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് സ്റ്റീൽ പൈൽ ഏതാണ്? എച്ച് പൈൽ, സ്ക്രൂ പൈൽ, ഡിസ്ക് പൈൽ, പൈപ്പ് പൈൽ. ഏത് ടൈപ്പ് പൈലാണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുക? ദാറ്റ് ഈസ് ഓപ്ഷൻ ബി, സ്ക്രൂ പൈൽ ആണ് നമ്മൾ യൂസ് ചെയ്യുക. ലോ ബെയറിംഗ് കപ്പാസിറ്റി ആണ്, അതുപോലെ സോഫ്റ്റ് ക്ലേ ആണ്. അപ്പോൾ രണ്ടും ലെസ് ആയിട്ടുള്ള കണ്ടീഷൻസ് ആണ്. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് സ്ക്രൂ പൈൽ. അക്കോർഡിംഗ് ടു NBC, നാഷണൽ ബിൽഡിംഗ് കോഡ്, ദി ഹൈഡ്രൻസ് ഇൻ വാട്ടർ മെയിൻസ് ഈസ് പ്രൊവൈഡഡ് അറ്റ് മിനിമം ഇന്റർവെൽ ഓഫ് 50 meter, 60 meter, 75 meter, 90 meter. എത്രയാണ് വരാം? ഫയർ ഹൈഡ്രൻസ് എത്ര ഡിസ്റ്റൻസ് കൊടുക്കുമ്പോഴാണ് മിനിമം എത്രയിലാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക? ദാറ്റ് ഈസ് 75 മീറ്ററിലാണ് കേട്ടോ. ഓപ്ഷൻ സി. അടുത്തത് ഓപ്പൺ ടെസ്റ്റ് പിറ്റ് ഈസ് സ്യൂട്ടബിൾ അപ് ടു എ ഡെപ്ത് ഓഫ്. ഫസ്റ്റ് കണ്ടീഷനിൽ എത്ര ഡെപ്തുകളിലാണ് നമ്മൾ എത്ര? 2.5. ഓപ്പൺ ടെസ്റ്റ് പിറ്റ് എന്ന് പറയുമ്പോൾ 3 മീറ്റർ ആണ് കേട്ടോ. ഫസ്റ്റ് ടൈപ്പിന് വരുന്നത് 3 മീറ്റർ. പിന്നെ ഓഗർ ഒക്കെ വരുമ്പോഴാണ്, ഓഗറിന് എത്ര വരുന്ന ഡെപ്ത്? ഓഗർ വരുമ്പോ പ്രോബിങ്ങിനോ അല്ലല്ലോ, ടെസ്റ്റ് ബിറ്റിന് 3 മീറ്റർ ആണല്ലോ ഡെപ്ത് വരുന്നത്. അല്ല മിസ്റ്റർ, പ്രോബിങ്ങിനാണ് മാക്സിമം അപ് ടു ഡെപ്ത് ഓഫ് 3 മീറ്റർ നമ്മുടെ ബുക്കിലുണ്ട്. റാങ്ക് ഫയലോ? പക്ഷെ GT-ലൊക്കെ നമ്മള് 3 മീറ്റർ അല്ലേ പഠിച്ചിട്ടുള്ളത്? നോക്കട്ടെ, ജിയോടെക്കില് വരുന്നത് 3 മീറ്റർ ആണ്. റാങ്ക് ഫയലിൽ എത്ര എടുക്കുന്നത്? 2.5 ആ? പ്രോബിങ്ങിന് 3 മീറ്റർ, ടെസ്റ്റ് ബിറ്റിന് 1.5, വിഡ്ത്തും മാക്സിമം ഡെപ്തും 1.5. ഓക്കെ ശരി. ചെക്ക് ചെയ്ത് നോക്കാം. ഇതിലത്തെ കീ വ്യത്യാസം ഉണ്ട്. ഞാൻ നോക്കട്ടെ, നോക്കി നോക്കട്ടെ കേട്ടോ. എനിക്ക് എവിടെയോ ഒരു 3 മീറ്റർ ടെസ്റ്റ് ബിറ്റിന് വന്നത് ചെക്ക് ചെയ്ത് നോക്കിട്ട് പറയാം. ഓക്കെ നോക്കട്ടെ. അടുത്തത് ദി പ്രൊജക്ഷൻ ഓഫ് ഹെഡ് ഓർ സിൽ ഓഫ് എ ഡോർ ഓർ വിൻഡോ ഫ്രെയിം ആർ. എന്താണ്? ഹോൺ. ഓക്കെ. ഓപ്ഷൻ ബി, ഹോൺ. ദി പ്രൊജക്ഷൻസ് ഓഫ് ഹെഡ് ഓർ സിൽ ഓഫ് എ ഡോർ or window frame are horns. അടുത്തത് local swelling of a finished plaster is termed as. Local swelling of a finished plaster. Cracking, dubbing, blistering, hacking. ഏതായിരിക്കും? Blistering. Option C. അടുത്തത് rotary drilling is the fastest method in case of. ഏത് ടൈപ്പ് സോയിലാണ് നമുക്ക് റോട്ടറി ഡ്രില്ലിംഗ് ഫാസ്റ്റ് ആയിട്ട് ചെയ്യാവുന്നത്? റോക്കി സോയിൽ, ക്ലേ സോയിൽ, സാൻഡി സോയിൽ, ഓൾ ഓഫ് ദിസ്. എവിടെയായിരിക്കും?
അത് all of this ആണ് അതിന്റെ ആൻസർ. All of these. Okay. The type of pointing in which upper side of the mortar joints is kept about 12 mm inside the face of the masonry and bottom is kept flushed with the face of the wall is known as. In the type of pointing on 12 mm inside the face വരുന്നത് tuck pointing, recessed pointing, stuck point, grooved pointing. ഏതാണ് വരുന്നത്? പോയിന്റിങ് എത്തിയായിരുന്നോ? ഇന്നലെ ക്ലാസ്സിൽ എവിടെ വരെ എത്തിയത്? ഇന്നലെ ക്ലാസ്സിൽ കയറിയായിരുന്നോ? BCയുടെ Arch. ഇന്നലെ സർവേ ആയിരുന്നു അല്ലെ? ഓക്കെ, ആർച്ച്. ഓക്കെ, ഇത് വരുന്നത് സ്റ്റക്ക് പോയിന്റിംഗ് ആണ് കേട്ടോ. സ്റ്റക്ക് പോയിന്റിംഗ് ആണ്. 12 mm ഇൻസൈഡ് ദി ഫേസ് ഓഫ് ദി മിഷനറി ആൻഡ് ബോട്ടം ഈസ് കെപ്റ്റ് ഫ്ലഷ്ഡ്, ദാറ്റ് ഈസ് സ്റ്റക്ക് പോയിന്റ്. അടുത്തത് ദി സ്റ്റീൽ പൈൽ വിച്ച് ഈസ് ജനറലി സങ്ക് ഇൻ സോഫ്റ്റ് ക്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഏത് ടൈപ്പ് പൈലാണ് വരുന്നത്? ലൂസ് സോഫ്റ്റ് ക്ലേ ആണ്, ലോ ബെയറിംഗ് ആണ്, സ്ക്രൂ പൈൽ. അടുത്തത് ദി സ്റ്റെപ്ഡ് സ്ട്രക്ചർ പ്രൊവൈഡഡ് ഫോർ ലാറ്ററൽ സപ്പോർട്ട് ഓഫ് എ സ്ട്രക്ചർ ഈസ് റിട്ടേണിംഗ് വാൾ, ബ്രസ്റ്റ് വാൾ, ബട്രസ്, പാരപ്പറ്റ് വാൾ. എന്താണ് വരാ? ദി സ്റ്റെപ്ഡ് സ്ട്രക്ചർ പ്രൊവൈഡഡ് ഫോർ ലാറ്ററൽ സപ്പോർട്ട് ഓഫ് എ സ്ട്രക്ചർ ഈസ്, that is buttress. Option C, buttress. അടുത്തത് for each story of a building the depth of exploration should be. For each story of a building the depth of exploration should be 1 meter, 2 meter, 3 meter, 4 meter. That is 3 meter ആണ് കേട്ടോ കിടക്കുന്നത്. ക്വസ്റ്റ്യനിൽ ഒരു ഇൻകംപ്ലീഷൻ ഉണ്ട്, അത് ഓപ്ഷൻ കിടക്കുന്നത് 3 meter ആണ്. ഇൻ വരാന്ത ഫ്ലോർ ഔട്ട്വേർഡ് സ്ലോപ്പ്, വരാന്തയിൽ ഔട്ട്വേർഡ് സ്ലോപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത് എത്ര കൊടുക്കേണ്ടത് നമ്മൾ? 1 in 40, 1 in 50, 1 in 60, 1 in 70. അറിയോ? വരാന്ത ഫ്ലോറിൽ ഔട്ട്വേർഡ് സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ 1 in 60 ആണ് കേട്ടോ. ഇൻ വരാന്ത ഫ്ലോർ ഔട്ട്വേർഡ് സ്ലോപ്പ് ഈസ് 1 in 60. അടുത്തത് എ ഫ്ലോർ കൺസ്ട്രക്റ്റഡ് വിത്ത് 4 to 6 mm മാർബിൾ ചിപ്സ് ഈസ് നോൺ ആസ് റീൻഫോഴ്സ്ഡ് മാർബിൾ ഫ്ലോർ, ടെറസോവ ഫ്ലോർ, മാർബിൾ ഓപ്ഷൻ കിടക്കുന്നുണ്ട്. ദാറ്റ് ഈസ് മൊസൈക് ഫ്ലോർ. ഇത് മൊസൈക് ഫ്ലോർ ആണ് കേട്ടോ, തെറ്റിപ്പോയതാണ്. മൊസൈക് ഫ്ലോർ ആൻസർ വരുന്നത്. സോറി, ടെറസോവ ഫ്ലോർ. ഫ്ലോർ കൺസ്ട്രക്റ്റഡ് വിത്ത് 4 to 6 mm മാർബിൾ ചിപ്സ് വരുന്നത് ടെറസോവ ഫ്ലോർ ആണ് അതിന്റെ ആൻസർ വരുന്നത്. ഇത്രയാണ് ഞാൻ ഇന്നത്തേക്ക് റെഡി ആക്കിയിട്ടുള്ളത്. ഇന്ന് ഞാൻ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. കുറച്ച് നേരം നിങ്ങൾക്ക് എക്സ്ട്രാ ഉണ്ട്, ഇന്നിരുന്ന് പഠിക്കുക. അറ്റ്ലീസ്റ്റ് ഈ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ഇടുന്നില്ല, കുറച്ച് നേരം എടുക്കും. അപ്പൊ പറ്റാന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ ആഡ് ചെയ്യാം. അപ്പൊ അതിരുന്ന് വായിക്കുക. അപ്പൊ ഇനി നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടായിരിക്കുക ബിൽഡിംഗ് കൺസ്ട്രക്ഷന്റെ. ഇപ്പോൾ ഉള്ളത് വെച്ച് ഞാൻ നിർത്തുകയാണ്. ഈ ഒരു സെക്ഷൻ ഇവിടെ തീരും. അടുത്ത ആഴ്ച തൊട്ട് സാർ പറഞ്ഞ പോലെ SOM അതുപോലെയുള്ള ഹയർ സബ്ജക്റ്റുകളാണ് തുടങ്ങുക. തിങ്കളാഴ്ച രാവിലെ SOMന്റെ റാങ്ക് ഫയൽ അല്ല, അഡീഷണൽ ക്വസ്റ്റ്യൻസ് ആണ്. റാങ്ക് ഫയൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത് മോർണിംഗ് സെക്ഷനിൽ വേറെ ഏതെങ്കിലും സമയത്താണ് ഡിസ്കഷൻ ഉണ്ടായിരിക്കുക. അത് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ അറിയിക്കും. ഓക്കെ, എപ്പോഴാണ് സമയം വെക്കുന്നത് എന്നുള്ളത് ഗ്രൂപ്പിൽ ഓരോ ദിവസം ഇൻവിറ്റേഷൻ തരും. മൺഡേ SOMന്റെ അഡീഷണൽ ഡിസ്കഷൻ ആണ് ഉണ്ടായിരിക്കുക. ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ഇനി ഏതെങ്കിലുമൊക്കെ ബുക്സ് എന്നുള്ള റെഫറൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ദിവസം അതിന്റെ അഡീഷണൽ വെക്കും. ഓക്കെ, ഇത്രയാണ്. സൺഡേ എക്സാം ഉണ്ടായിരിക്കും. അതില് മുമ്പുണ്ടായിരുന്ന ടോപ്പിക്സും അഡീഷണൽ ആയിട്ട് ബിൽഡിംഗ് മെറ്റീരിയൽസ് ആണ് ഉണ്ടായിരിക്കുക കേട്ടോ. ഡ്രോയിങ് ഉണ്ടായിരിക്കും, സർവേ ഉണ്ടായിരിക്കും, FM ഉണ്ടായിരിക്കും, പിന്നെ അഡീഷണൽ ആയിട്ട് ബിൽഡിംഗ് മെറ്റീരിയലും കൂടി ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ലീവ് ചെയ്തോളൂ. താങ്ക് യു.